നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നൊന്ന് തൊഴുതാൽ മതി, നമ്മുടെ സകല ദുരിതങ്ങളും പോകുന്ന പറയണം. ആ മണ്ണിൽ കാലുകുത്തിയാൽ തന്നെ വളരെ ഇതാണ്. ഭഗവാൻ ഇന്നത് വേണമെന്നൊന്നുമില്ല, ഭക്തിയാണല്ലോ കാര്യം, വഴിപാടുകൾക്കല്ല കാര്യം. നമ്മൾ ഭക്തിയോടുകൂടി ഒരു തുളസിയില, ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഭക്തിയോട് ഇതേ എനിക്ക് കഴിവുള്ളൂ ഭഗവാനെ എന്ന് വിചാരിച്ച് വച്ചാൽ അതിൽ തൃപ്തിയാവുന്നതാണ് ഭഗവാൻ. മനസ്സിൻ്റെ ഭക്തിയാണ് അളക്കുന്നത്, സാധനങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ഭഗവാൻ എന്തിനാ സാധനങ്ങൾ? ഒന്നും വേണ്ട. പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള പ്രധാന വഴിപാട് ഉണ്ണിയപ്പം, അതാണ് ഭഗവാന്. ഉണ്ണിയപ്പം, പിന്നെ പാല്, തൈര്, അങ്ങനെയൊക്കെ. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാൻ ആളല്ല, അത്രയ്ക്കുണ്ട്. അതായത് ഗുരുവായൂരപ്പൻ സാക്ഷാൽ ദേവകി വസുദേവർക്ക് ഒരു കാണിച്ചു കൊടുത്തല്ലോ ദിവ്യദർശനം. ഈ ഗർഭിണിയായി പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം രാത്രിയോ അങ്ങനെ എന്തോ ഒരു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ദേവകി വസുദേവരി ഇങ്ങനെ മക്കളൊക്കെ കൊണ്ടുപോയി കംസം കൊല്ലുകയല്ലേ. അപ്പോൾ ഈ 8ാമത്തെ പുത്രനായപ്പോൾ അവർ വളരെ കരുതലോടുകൂടി, അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇതും ഇങ്ങനെ തന്നെ ആവില്ലേ എന്നുള്ളൊരു വിഷമം കൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു വസുദേവർക്ക്. ഗുരുവായൂരപ്പൻ്റെ ശംഖുചക്ര ചതുർബാഹിയായിട്ടുള്ള ഒരു രൂപം കാണിച്ചു കൊടുത്തു വസുദേവർക്ക്. ഞാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ്. ഞാൻ ഒരു മകനായി നിങ്ങൾക്ക് ജനിക്കണമെന്നുള്ളൂ, ഒരു അവതാരം എടുക്കണമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വസുദേവർ ഉറക്കത്തിൽ സ്വപ്നത്തിലാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ദേവകിയോട് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും അത് മായായിപ്പോയി. സ്വപ്നം കണ്ടതല്ലേ, അത് അത്രയും വിചാരിച്ചില്ല. സ്വന്തം കൊച്ചായി ജനിച്ചപ്പോൾ സ്വാർത്ഥത കൂടി, എന്താ വെച്ചാൽ ഭഗവാനാണെന്നുള്ള വിചാരമില്ലല്ലോ അവിടെ. അങ്ങനെ അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ചതുർബാഹു ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദ്വാരകയിൽ ഭഗവാൻ ജീവിച്ചിരുന്നല്ലോ. ആ ജീവിച്ചിരുന്ന സമയത്ത് ഭഗവാൻ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമുണ്ട് ഗുരുവായൂരപ്പ. ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നൊരു വിഗ്രഹം. ആ വിഗ്രഹം ദ്വാരക കടലെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അത് വെള്ളത്തിൽ ഒഴുകിപ്പോയി. കടലെടുത്ത് പോകുമ്പോൾ എല്ലാം പോകുമല്ലോ, അങ്ങനെ ഒഴുകിപ്പോയിട്ട് അതൊരു എവിടെയോ ഒരു പുഴയിൽ ചെന്ന് അടിഞ്ഞു കിടന്ന് അവിടെ നിന്ന് എടുത്ത് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നമ്പൂരിമാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ട് ഈ വിഗ്രഹം ശുദ്ധി ചെയ്തു. പിന്നെ അതിൻ്റെ വേണ്ടതുപോലെ വായുവും ഗുരുവും കൂടി പ്രതിഷ്ഠിച്ചോളാൻ അശരീരി കേട്ടു. ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ പ്രതിഷ്ഠിച്ച വിഗ്രഹം. ആ വിഗ്രഹം വെറുതെ ഒരു വിഗ്രഹം അല്ല, അത് എന്താ പറയുക, അഞ്ജലശില എന്തോ ഒരു ഇതൊക്കെ പറയുമല്ലോ, ഒരുപാട് ഇതുണ്ട്, ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു കല്ലാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നൊന്ന് തൊഴുതാൽ മതി, നമ്മുടെ സകല ദുരിതങ്ങളും പോകുന്ന പറയണം. ആ മണ്ണിൽ കാലുകുത്തിയാൽ തന്നെ വളരെ ഇതാണ്. അപ്പോൾ ശ്രീകൃഷ്ണനായിട്ടും അവിടെ എല്ലാ അവതാരങ്ങളും ഉണ്ട്, എല്ലാ ഇതും ചേർന്നതാണ് ഗുരുവായൂരപ്പൻ. അവിടെ ചെന്ന് നമ്മൾ ആ ദിവസം ഒന്ന് ചെല്ലുക, അല്ലെങ്കിൽ ഒരു വിളക്ക് കാണുക, ഒന്ന് തൊഴുക, എന്തെങ്കിലും ഒരു പ്രസാദം കിട്ടുക, ഇതൊക്കെ വലിയൊരു ഭാഗ്യം ചെയ്യണം. ഒരു പുണ്യം ചെയ്താലേ അതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ചെന്ന് നമ്മളെ കലിയുഗത്തിൽ ഗുരുവായൂരപ്പനെ വിചാരിച്ചാൽ മതി, നാരായണ നാമം ചെല്ലിയാൽ മതി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ ആ കലിയുഗത്തിൽ ചെന്ന് ഭഗവാന്റെ ആ ഒരു പാദസ്പർശം പാദമൊന്നും കണ്ടു തൊഴുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ യഥാശക്തി. ഭഗവാൻ ഇന്നത് വേണമെന്നൊന്നുമില്ല, ഭക്തിയാണല്ലോ കാര്യം, വഴിപാടുകൾക്കല്ല കാര്യം. നമ്മൾ ഭക്തിയോടുകൂടി ഒരു തുളസിയില, ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഭക്തിയോട് ഇതേ എനിക്ക് കഴിവുള്ളൂ ഭഗവാനെ എന്ന് വിചാരിച്ച് വച്ചാൽ അതിൽ തൃപ്തിയാവുന്നതാണ് ഭഗവാൻ. മനസ്സിൻ്റെ ഭക്തിയാണ് അളക്കുന്നത്, സാധനങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ഭഗവാൻ എന്തിനാ സാധനങ്ങൾ? ഒന്നും വേണ്ട. നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട്, ശക്തിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു സമർപ്പിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള പ്രധാന വഴിപാട് ഉണ്ണിയപ്പം, അതാണ് ഭഗവാന്. ഉണ്ണിയപ്പം, പിന്നെ പാല്, തൈര്, അങ്ങനെയൊക്കെ. അവിടെ ഒരു ഉറിയടിയൊക്കെ ഉണ്ടല്ലോ, കളിയൊക്കെ, ആ ബാലലീല, അതാണ്. ബാലലീലകളിൽ എന്തൊക്കെ പെടും? പട്ടുകോണൊടുത്ത്, ഓടക്കുഴലൂതി, അങ്ങനെയൊക്കെ ഭയങ്കര മൈപ്പീലി, തലമുടി, ഇങ്ങനെ തിരുമുടിയാണല്ലോ ഭഗവാന് പ്രധാന വഴിപാട്. ഗുരുവായൂർ തിരുമുടിയാണ്, സിമ്പിൾ വഴിപാടാണ്. കുറച്ച് പൈസയേ ഉള്ളൂ, എന്തോ ഇപ്പോൾ 25 കഴിഞ്ഞ് 50 ആവാറായിട്ടുണ്ടാവും ചീട്ട്, അത്രേ ഉള്ളൂ. 30 രൂപയോ അത്രയൊക്കെയാണ് ഞങ്ങൾ അന്ന് പോകുമ്പോൾ. തിരുമുടി മാല എന്ന് പറയും, ഒരു തുളസി മാല,
നിറയൽ ചുറ്റ്, അതാണ് ഏറ്റവും വലിയ വഴിപാട്. പിന്നെ പാൽപ്പായസം, ഉണ്ണിയപ്പം, പഞ്ചസാര, കദളിപ്പഴം അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഭഗവാന് കൊടുക്കാം. തിരുമുടി മാലയാണ് ഏറ്റവും വലിയ പ്രധാന വഴിപാട്. ഞങ്ങൾ അന്ന് അവിടെ ഭാഗവത സത്രത്തിൽ നിന്നപ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് അങ്ങനെയാണ്. ഞങ്ങളവിടെ ഗുരുവായൂർ നടയിൽ ആ മരപ്രഭുവൊക്കെ ഇല്ലേ, മരപ്രഭുവിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഭാഗവത സത്രമുണ്ട്. കുറുപ്പേട്ടൻ, അച്യുതക്കുറുപ്പ് ആണ് മേൽനോട്ടം വഹിക്കണം. ആ കുറുപ്പേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവിടുത്തെ ഭാഗവത സത്ര ആ മുറിയാണ് ഞങ്ങൾക്ക് തരിക. ആ ഭാഗവത സത്രത്തിൽ നിന്നതാണ്. അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില പോയുമില്ല. കാർഡും മറ്റേ ഇവരൊക്കെ കാണിക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഈ കൊടിമരത്തിൻ്റെ സൈഡിൽ ഗേറ്റ് തുറന്ന് ഓരോരുത്തർ വിട്ടപ്പോൾ കയറിക്കോളൂ എന്ന് എന്നോട്. ഞാൻ ക്യൂവിൽ നിൽക്കാനായിട്ട് ഇങ്ങനെ ഇടവേള എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ മഞ്ചാട്ടിക്കുരു വാരിയിട്ട് പിന്നിൽ തന്നെ പോവാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവർ കയറിയപ്പോൾ ഞാൻ നീങ്ങി അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വേണം മഞ്ചാട്ടിക്കുരുവിൻ്റെ അടുത്ത് ആ ഗേറ്റ് തുറന്നിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഇടവും വലവും നോക്കി എന്നോടാണോ എന്ന് നോക്കിയിട്ട് ഞാൻ കയറിപ്പോയി. അങ്ങനെ നമ്മൾ ഇത്രയും ക്യൂ കണ്ട് എങ്ങനെ ഭഗവാനെ ഒന്ന് തൊഴും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഭഗവാന്റെ ഇടത് ചെവിയിൽ കൂടി പറയണമല്ലോ നമ്മൾ നല്ല കാര്യങ്ങൾ. ഇടത് ചെവി വലത് ചെവി എന്ന് പറഞ്ഞാൽ അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതായത് രാമായണ കഥ പറയേണ്ടി വരും. അതായത് രാമായണം പാർവതി ദേവി ചോദിക്കും ശിവനോട്. ശിവനിടയ്ക്ക് കണ്ണടച്ചിരിക്കും ധ്യാനിച്ച്. അപ്പോൾ പാർവതി ദേവി അടുത്ത് നിന്നിട്ട് ചോദിക്കും, നിങ്ങളെപ്പോഴും ഈ കണ്ണടച്ചിരിക്കണേ, ആരെ ഈ ആരാധിക്കണേ, ആരെ എന്താ വിചാരിക്കണേന്ന് പറയും. ഞാൻ മഹാവിഷ്ണുവിനെ വിചാരിക്കണേന്ന്. ശിവൻ എപ്പോഴും വിഷ്ണുവിനെ പ്രാർത്ഥിക്കും, വിഷ്ണു എപ്പോഴും ശിവനെ പ്രാർത്ഥിക്കും. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് കഥ. അപ്പോൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന എന്താ ചെല്ലുന്നത് മന്ത്രം എന്ന് ചോദിക്കുമ്പോൾ പറയും രാമായ നമ, ഓം രാം രാമായ നമ. വിഷ്ണു അതായത് രാമനാണല്ലോ, ധർമ്മ ദേവതയാണ്, ധർമ്മത്തിൻ്റെ ആളാണ് രാമൻ. അതല്ലേ ഹനുമാൻ വരെ സേതുബന്ധനം ഇത് വന്നില്ലേ, സേതുബന്ധനം കടൽ. അപ്പോൾ വാനരന്മാരുടെ എല്ലാം ഹനുമാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സേതുബന്ധനം കടന്നു പോകണമെങ്കിൽ ഒരു പേപ്പറിൽ ശ്രീരാമ എന്ന് എഴുതി അങ്ങനെ ഇടാൻ പറയും പുഴയിലേക്ക്. അപ്പം അങ്ങനെ എല്ലാം എഴുതി അങ്ങനെ ഇട്ടപ്പോൾ അതിൽ പാദത്തിൽ ചവിട്ടി കിടക്കാൻ പറ്റിയെന്നാണ് പറയണേ. അത്ര ശക്തിയാണ് രാമനാമം. എന്ന് അപ്പം ആ രാമനെയാണ് ശിവൻ ഭജിക്കണത്. അപ്പോൾ പാർവതി ദേവിയോട് പറയും, നിൻ്റെ ഇടത്തെ ചെവി ഇങ്ങോട്ട് കാട്ട് എന്ന് പറയും ശിവൻ. എന്താ ചെല്ലണേന്ന് ചോദിക്കുമ്പോൾ പറയും, നിൻ്റെ ഇടത്തെ ചെവി കാണിക്കാൻ പറയും. അപ്പോൾ പാർവതി ദേവി ഇടത്തെ ചെവി കാണിച്ചു കൊടുക്കുമ്പോൾ രാമമന്ത്രമാണ് ഞാൻ ചെല്ലണത്. രാമമന്ത്രം അത്ര വിശേഷമാണ്. അപ്പോൾ ആ രാമമന്ത്രം ഇന്നതാന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ ഇടത്തെ ചെവി കൂടി നമ്മൾ ഭഗവാന്മാരോട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഭഗവാന്മാരോടെന്ന് മാത്രമല്ല നമ്മൾ മനുഷ്യരായ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സന്തോഷമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇടത്തെ ചെവി കൂടി പറയണം. അതായത് നെഗറ്റീവായിട്ടുള്ള ശത്രു അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള കടബാധ്യത അല്ലെങ്കിൽ അതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ വലത്തെ ചെവി പറയണം. ഇടത്തെ ചെവി അത്ര ഇതാണ് നമുക്ക്. അതിൻ്റെ പ്രാധാന്യം വേറെയുമുണ്ട്. പക്ഷെ പരമശിവൻ ഇത്രയാണ് പാർവതിയോട് പറഞ്ഞത്, നിൻ്റെ ഇടത്തെ ചെവി ഇങ്ങോട്ട് കാണിക്കും, ഞാനെല്ലാം പറഞ്ഞു തരാം. അപ്പം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇടത്തെ ചെവി കൂടി വേണം പറയാമെന്ന്. അപ്പം ഭഗവാന്റെ ഇടത്തെ ചെവിയിൽ ഗുരുവായൂരപ്പൻ്റെ ഇടത്തെ ചെവി നോക്കി ഞാൻ അവിടെ ഇരുന്ന് അഷ്ടപതി പാടും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെയായിരിക്കും എനിക്ക് കയറാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 24 അഷ്ടപതി ഉണ്ട്. ഗോവിന്ദ അഷ്ടപതി, ജയ ഗോവിന്ദകൃതി എന്ന് പറയും. ആ 24 അഷ്ടപതിയും ഞാൻ അവിടെ ഇരുന്ന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ജോലി അതാണ്. ഈ അഷ്ടപതിയുടെ ബുക്ക് കൊണ്ടുപോകും. അറിയാമെങ്കിലും നമുക്ക് കാണാപ്പാടും ചിലപ്പോൾ വരികൾ തെറ്റിപ്പോയാലോ. ബുക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് അഷ്ടപതി മുഴുവൻ പാടി കഴിഞ്ഞിട്ടാണ് ഞാൻ തൊഴണ കാര്യം ചിന്തിക്കുള്ളൂ. അപ്പോൾ അടിപ്രദർശനമോ ഒക്കെ നമ്മുടെ കഴിവ് പോലെ നമ്മൾ ചെയ്യും. എന്നിട്ട് അങ്ങനെ അഷ്ടപതി പാടി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് കയറിക്കോളൂ എന്ന് പറഞ്ഞത്. അവരൊന്നും കണ്ടിട്ടില്ല ഞാൻ ചെല്ലണത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അത്ഭുതം ഇത് വന്നിട്ടുണ്ട്. എങ്ങനെ കയറും ഭഗവാനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ നിൽക്കാം, എന്നാലും വേണ്ടില്ല വൈകിട്ടായാലും തൊഴാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കയറിക്കോളൂ എന്ന് പറഞ്ഞ് തൊഴുതു. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ കാര്യവും കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അതാണ് ഞാൻ ആദ്യമൊക്കെ പോയപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുണ്ട്. 1 മണിക്കൂറിൻ്റെ അടുത്ത് എന്നുവെച്ചാൽ പുറത്തുനിന്ന് ക്യൂവിൽ. പിന്നെ എനിക്കറിയണേ ഈ ഭഗവതിയുടെ നടക്കേ കൂടി എളുപ്പം കയറാം എന്നുള്ള. അപ്പം ഞാൻ അകത്ത് കയറി നിൽക്കും. എന്നിട്ട് നാമമൊക്കെ ചൊല്ലി അടിപ്രദർശനമൊക്കെ വെച്ചാൽ എന്നെ കൊണ്ടായ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് അപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ. ഒരു മുറി കിട്ടാനായിട്ട് വിശ്വാസമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ ഒറ്റയ്ക്ക് മുറി കൊടുക്കില്ല.
അങ്ങനെ വെച്ചപ്പോൾ ഈ ഭാഗവതസത്രത്തിൽ അവർ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് മുറി തരാം എന്ന് പറഞ്ഞ് ആ മരപ്രഭുവിൻ്റെ സൈഡിലായിട്ട് വരും, മുറി തരും. അപ്പോൾ എപ്പോൾ ചെന്നാലും എനിക്ക് ഈ ഒരു കാർഡും കൂടി ഉണ്ട്, അത് കാണിച്ചാൽ മതി. വേണമെങ്കിൽ കാണിക്കാം, കാണിച്ചില്ലെങ്കിലും നമ്മളെ കണ്ടാൽ തന്നെ ഏത് മുറിയാണ് വേണ്ടേ, താഴെ വേണോ മുകളിൽ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് താമസിക്കാനും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റേ ദേവസ്വത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷീട്ടാക്കുന്ന സ്ഥലമല്ലേ, അതിൻ്റെ മുകളിൽ സൈഡിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് പുറത്തു കൂടാണ്ട്. അവിടത്തേക്ക് എനിക്ക് കയറിച്ചെല്ലാം. അപ്പം അങ്ങനെ ഒരു വലിയ ഒരുപാട് ഇതൊക്കെ പറയണമെങ്കിൽ എനിക്ക് കുറേ ഉണ്ട്. കൃഷ്ണൻ്റെ നിറം എന്ന് പറഞ്ഞാൽ കറുപ്പ് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ കറുപ്പ് എന്നാണല്ലോ അർത്ഥം. അതാണല്ലോ കൃഷ്ണ പാതിരയ്ക്ക് ജനിച്ചു. അതായത് കൃഷ്ണൻ്റെ നിറം കറുപ്പ് തന്നെ, നീല കലർന്ന ഒരു കറുപ്പ്, ശരിയായ കറുത്ത കറുപ്പല്ല, അങ്ങനെ ഒരു കറുപ്പ് നിറമാണ്. പിന്നെ നമ്മൾ സൗന്ദര്യത്തിന് നല്ല ഇതൊക്കെ കളവൊക്കെ ചാർത്തി നല്ല ഭംഗിയായിട്ടൊക്കെ ചന്ദനച്ചാർത്തിലൊക്കെ നിൽക്കണം. നമുക്ക് അങ്ങനെയാണല്ലോ എപ്പോഴും ശോഭയോടുകൂടി കാണാനുള്ള ഒരു അതുകൊണ്ട് നീലക്കാർ വർണ്ണനുമുണ്ട്. നമ്മൾ മനസ്സിൽ എങ്ങനെ ധരിക്കണോ അതുപോലെ, എങ്ങനെ വിചാരിക്കണോ അതുപോലെ.